കടുവയും പുലിയും കാണ്ടാമൃഗവും ഹിപ്പോപ്പൊട്ടാമസും ഒരു ലോഡ് കാഴ്ചകളുമായിട്ട് നമ്മൾ തിരുവനന്തപുരം സീരീസിൻ്റെ രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ ദിവസം നമ്മൾ പോയത് രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. വെളുപ്പിന് 5 മണിയായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയി 5:30 എത്തി. ഏകദേശം 1 മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷമാണ് ദർശനമൊക്കെ നടത്തി പുറത്തേക്ക് ഇറങ്ങിയത്. അതിരാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആ സൂര്യകിരണമൊക്കെ അടിച്ച് കഴിയുമ്പോൾ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുളത്തിൽ ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാസി അതൊക്കെ നോക്കി നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങി. അതിനുശേഷം നമ്മൾ നേരെ നടന്നു പോയത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇപ്പോൾ തന്നെ നല്ല വിശപ്പിൻ്റെ വിളി കണ്ടിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത ഹോട്ടലിൽ തന്നെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ പോയതെന്ന് പറയുന്നത് സൂവിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ ബാസിയൊക്കെ നേരത്തെ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. ബാസി അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. കാർ പാർക്കിങ്ങിനായിട്ട് നമുക്ക് കിട്ടിയ ഒരു സ്ഥലം നോക്കിയേ, ഏറ്റവും നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ അവിടെ ഒരുപാട് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഗാർഡനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ സൂവിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളിത് നടന്നു പോകാനാണ് തീരുമാനിച്ചത്. ഇനി ക്യാബ് വേണ്ടവർക്ക് അതിനുള്ള ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ സൂ മുഴുവൻ നടന്ന് കണ്ടു തീർക്കണമെങ്കിൽ ഏകദേശം 2 മണിക്കൂർ വേണം. നമ്മളെല്ലാം ഷെഡ്യൂൾ ചെയ്തുകൊണ്ടാണ് രാവിലെ ഇറങ്ങിയത്. അപ്പോൾ പുതിയ കരടിക്കുട്ടനെ കണ്ടു, അതുപോലെ തന്നെ സിംഹവും നമ്മുടെ കാട്ടിലെ രാജാവും റാണിയും എല്ലാവരെയും കണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാഴ്ചകൾ ഓരോന്നും കേശുവിനും ബാസിക്കും പുതുമയുള്ള കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ സിംഹവും കടുവയുള്ള ആ കൂടിൻ്റെ അവിടെ എത്തി. അപ്പോഴാണ് നമ്മുടെ ലിയോ സിനിമയിലെ ഹൈനെ കാണണമെന്ന് കേശു പറഞ്ഞത്. അങ്ങനെ നോക്കി നമ്മളിത് ഹൈനെ അതിലിങ്ങനെ തെക്കും വടക്കും അങ്ങ് നോക്കി നടക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡനിൽ എത്തിയിട്ടോ. ഒരുപാട് വെറൈറ്റി ബട്ടർഫ്ലൈ ഉണ്ട്. ഇതെല്ലാം കൂടെ എങ്ങനെ ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിത് പാമ്പിൻ്റെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ അനാക്കോണ്ടയെ കാണാൻ വേണ്ടിയിട്ടുള്ള ആവേശമാണ് കേട്ടോ പിള്ളേർക്ക്. അങ്ങനെ അനാക്കോണ്ടയൊക്കെ കണ്ട് ഒരുപാട് വെറൈറ്റീസുള്ള പാമ്പിനെ കണ്ട് ഞങ്ങളത് സൂവിൽ നിന്ന് ഉച്ചയോടുകൂടി ഇറങ്ങി. നല്ല വിശപ്പിൻ്റെ വിളിയുണ്ട്. തൊട്ടടുത്ത് തന്നെ ഹോട്ടൽ അന്നപൂർണ്ണ കണ്ടു, ബോർഡ് കണ്ടു, നേരെ കയറി വാഴയിലെല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു ഊണൊക്കെ പാസ്സാക്കി. ഊണൊക്കെ നല്ല ഗംഭീരമായിരുന്നു കേട്ടോ. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശപ്പിൻ്റെ വിളി കൂടിയതുകൊണ്ടാണോ എന്നറിയില്ല. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഈ കാണുന്ന ഒരു കടൽ തീരത്തിലേക്കാണ് കേട്ടോ, ആഴിമല ശിവക്ഷേത്രം. അപ്പോൾ ഈ ഒരു കടലിൻ്റെ ഭംഗി നോക്കി, എന്ത് രസമാണെന്ന് നോക്കി. ഈ കടലിൻ്റെ ഭംഗിയിൽ ഒരാൾ കൂടെ ഇവിടെ നിൽപ്പുണ്ട്, നമ്മുടെ ഭഗവാൻ ശിവൻ. ആഴിമല ശിവക്ഷേത്രത്തിന് തൊട്ടടുത്തിട്ടുള്ള ആ ഒരു ശിവൻ്റെ പ്രതിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. 20 രൂപയാണ് പാസ് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകാർ എത്തുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ആഴിമലയിലെ ഈ ഒരു ശിവക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതലും തമിഴന്മാരെയും തെലുങ്കന്മാരെയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. എന്ത് നന്നായിട്ടാണ് ആ ഒരു ശില്പം കൊത്തിവെച്ചിരിക്കുന്നത് നോക്കി. എല്ലാം പൂർണ്ണതയോടെ കൊത്തിവെച്ച ആ ഒരു ശില്പം അങ്ങനെ നോക്കി നിന്ന് പോകട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ നോക്കിയിരുന്നു. ഉച്ച സമയമായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിനി പോകാൻ പോകുന്നത് അടുത്ത ഒരുപാട് ഇൻസ്റ്റാ റീലിലൂടെ വൈറലായ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഏതാണ് ആ സ്ഥലം എന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ. ബാക്കി അടിപൊളി കാഴ്ചകളുമായിട്ട് അടുത്തൊരു വീഡിയോ വരുന്നതാണ്.